നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പെൻഷൻ കുടിശ്ശികയും മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളും ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. HMS സംസ്ഥാന സെക്രട്ടറി CA അജീർ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖല അനുദിനം തകർന്നുകൊണ്ടിരിക്കുന്നു. നിർമ്മാണ മേഖലയിൽ പുതിയ പ്രതിസന്ധികൾ വരുന്നു. അതിനെങ്ങനെയാണ് സർക്കാർ പരിഹാരം കാണാൻ പോകുന്നത്? ഒന്ന്, ആ മേഖലയിൽ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും കൊടുക്കാനും സർക്കാരിന് വ്യക്തമായ ധാരണകൾ വേണം. ഓരോ പ്രദേശത്തിനകത്തും വരുന്ന പുതിയ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്ന് അടിച്ചുകൂടാ. അതിനെ കാണാനും അതോടൊപ്പം തന്നെ ആ മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആദിവാസി തൊഴിലാളികൾ മുതൽ നമ്മുടെ നാട്ടിലെ ഇതര മേഖലയിലെ തൊഴിലാളികളെ ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, തൊഴിലാളി ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ CPM പലപ്പോഴും വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയമാണ് അവർ പറയുന്നത്. അവരൊരു ഘട്ടത്തിൽ ഇപ്പോൾ പുതിയ വിലയിരുത്തൽ നടത്തിയിട്ട് പറഞ്ഞു 40 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാത്തത് കൊണ്ട് അതിൻ്റെ ഫലമായി തങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, സർക്കാർ ഏതെല്ലാം പണം ചെലവഴിക്കുന്നു, ഏതെല്ലാം രീതിയിൽ പണം നേടുന്നു? കിഫ്ബി വഴി നേടിയ പണം എങ്ങനെയാണ് ചെലവഴിക്കുമ്പോൾ അത് ഈ രാജ്യത്തെ പ്രത്യുൽപാദനപരമായ മേഖലകളിലേക്ക് ചെലവഴിക്കാനും ഇവിടെ വെയിലിലും മഞ്ഞിലും മഴയിലും ഒക്കെ നമ്മുടെ രാജ്യത്തെ നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ കുറിച്ച് നമുക്കറിയാം. അത് മണൽവാരൽ തൊഴിലാളിയായാലും കരിങ്കൽ കോറയിലെ തൊഴിലാളികളായാലും ചെങ്കൽ കോറയിലെ തൊഴിലാളികളായാലും അതുപോലെ സിമെന്റ് ഫാക്ടറിയിലെ തൊഴിലാളികളായാലും അതുപോലെ സ്റ്റീൽ നിർമ്മാണ തൊഴിലാളികളായാലും അങ്ങനെ വിവിധ മേഖലകൾ സമന്വയിപ്പിക്കുന്നതാണ് നിർമ്മാണ മേഖല എന്ന് കാണാൻ കഴിയും. MK കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ PP അബൂബക്കർ, സന്തോഷ് അഴീക്കോട്, അനൂപ് ജോൺ, കാരിച്ചി ശശീന്ദ്രൻ, കാഞ്ചന മാച്ചേരി, ഇംതിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.